ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതിന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സൺഡേ വ്ളോഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ കുറേ ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതാട്ടോ ഒരു അങ്ങനത്തെ വ്ളോഗുകളൊക്കെ. പിന്നെ നമ്മളെ ഈ കോയിൻ്റെ വീഡിയോ തന്നെയാട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ വലിയ തോതിലൊന്നും കമൻസ് ഒന്നും വന്നില്ല, ആരും വീഡിയോ കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിലല്ലേ, അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പിന്നെ നമ്മളെ കുറച്ച് പേരെങ്കിലും നമുക്ക് ഇപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം കുറച്ച് പേരാണെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചല്ല, നമുക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇപ്പോഴും പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു മൈൻഡ് എനിക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടും ഇല്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായവും ഇല്ല, ഒരു കമൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചടപ്പായിരിക്കുമല്ലോ വീഡിയോസ് ഇടാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാട്ടോ നമുക്ക് ഈ വീഡിയോസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അടവെച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ രാത്രിയോടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനലാണ്. ഇന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് അവിടെ വരെ എത്താനായിട്ട് കേട്ടോ. അപ്പോൾ മുമ്പോട്ട് ഞാൻ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഴി. അപ്പോൾ എന്നോട് പലരും ചോദിക്കാണ്ട് എത്രയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ഇവിടെ നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്രയ്ക്കാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ വിൽക്കുന്നത്, അല്ലെങ്കിൽ മുട്ടയിടാനായതിനൊക്കെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാടൻ കോഴി ആയതുകൊണ്ട് നമുക്ക് നാടൻ കോഴിൻ്റെ ആ ഒരു ഇതേ എനിക്കറിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 2-3 വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ ഒരു കോഴി പോലും വളർത്തി ശീലമില്ലാത്ത ഞാനിപ്പോൾ കോഴി എന്താ പറയുക കുറച്ച് കോഴി നമ്മളെ വീട്ടിലായി വന്നത്. അപ്പോൾ നാടൻ കോഴിയാണ്. അപ്പോൾ നാടൻ കോഴിൻ്റെ ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വലിയ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നുമല്ല, നമ്മുടെ നാടൻ കോഴികളുടെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒരു കോഴി പോലും ഇല്ലാത്ത ഞാൻ കോഴി വളർത്താൻ തുടങ്ങി തന്നെ 2 ആഴ്ച പ്രായമുള്ള കോഴികളെ വാങ്ങിയിട്ടാട്ടോ. അപ്പോൾ 2 ആഴ്ച പ്രായമുള്ള കോഴികളെ വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ, അന്ന് ഞാൻ കോഴി വളർത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അത്ര പൈസയൊന്നും ഇറക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 10-15 കോഴിനൊക്കെ വാങ്ങാനുള്ള ആ ഒരു സാമ്പത്തികം ഒന്നും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിടുന്ന കോഴിക്കൊക്കെ 600-650 റുപ്യൊക്കെ റേറ്റ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കോഴിക്കാണ് 650 രൂപ വരുമ്പോൾ നമുക്കൊരു 4-5 കോഴി വാങ്ങുമ്പോൾ നല്ല റേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വാങ്ങിയത് ഒരു 30 എണ്ണാട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത്. 2 ആഴ്ച പ്രായമുള്ള 30 കോഴിക്കുഞ്ഞുങ്ങളെയായിരുന്നു വാങ്ങിയത്. അന്ന് 70 രൂപ റേറ്റിലാട്ടോ എനിക്ക് തന്നത്, 2 ആഴ്ച പ്രായമുള്ള. അപ്പോൾ കുഞ്ഞു കോഴിമക്കൾ 2 ആഴ്ച പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, കുഞ്ഞു മക്കളായി പാലൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവർ വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് തന്നത്. വളർത്താനുള്ള മേഖലയിലേക്ക് വന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാട്ടോ നമ്മൾ പിന്നെ കോഴിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ പേരൻറ്റ് സ്റ്റോക്കാക്കി എടുത്തത്. അപ്പോൾ ഞാനിവിടെ സെയിൽ ചെയ്യുമ്പോൾ എനിക്കും അറിയില്ല, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരിചയമായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ് അതേ റേറ്റ് തന്നെയാണ് കൊടുക്കൽ. 2 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ 70 രൂപ തോതിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളെ നാട്ടിലേക്കൊക്കെ 600-650 ഉറുപ്പ്യൊക്കെയാണ് നമ്മൾ എന്താ പറയുക ആഗ്രഹിച്ച് വാങ്ങല്ലേ. അപ്പോൾ മോഹവില എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹിച്ച് വാങ്ങുമ്പോൾ നമ്മൾ 1000-600 ഉറുപ്പ്യൊക്കെയാണ് നമ്മൾ വാങ്ങുകയല്ലേ, അവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ മുട്ടയിടുന്ന കോഴികളെ അങ്ങനെ കൊടുക്കാറില്ല, എന്നാലും നമ്മൾ വാങ്ങുമ്പോൾ 600-650 ഉറുപ്പ്യൊക്കെ നമ്മൾ മുട്ടയിടുന്ന കോഴികളെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവിടെയും ഇതേപോലെ ആയിരിക്കണം എന്നില്ല, എല്ലാവിടെയും പല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 600 റുപ്യൊക്കെ എന്തായാലും കൊടുക്കണം. നമ്മൾ ഒരു മാസം പ്രായമുള്ള 140 രൂപ തോതിലാട്ടോ കൊടുക്കുന്നത്. 2 മാസം ആകുമ്പം 280 രൂപയാണ്. അപ്പോൾ ഈ 2 മാസമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നമ്മളെ പുറത്തേക്കൊക്കെ അയച്ചു വിടാനുള്ള ഒരു പരുവൊക്കെ ആവും നമ്മുടെ കോഴികൾ. അപ്പോൾ നല്ല ഉഷാറന്നെ ഉണ്ടാകും. നമ്മൾ ആ നോക്കേണ്ട ഒരു ഇതിൽ നോക്കിയത്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കോഴികളൊക്കെ എന്താ പറയുക ഉഷാർ കുറവെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവിടെയും ഉണ്ട്, മുട്ട ഉൽപ്പാദനം കുറവും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ മുട്ടക്കോഴികളുടെ ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ ഒരു 10 മുട്ടക്കോഴികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് അതും കുഞ്ഞ് കോഴിമക്കളായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കോഴിക്ക് 110 രൂപ തോതിലാട്ടോ വാങ്ങിയത്. അത് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ കുഞ്ഞുങ്ങളായിട്ടോ മുട്ടക്കോഴി. അപ്പോൾ അത് മുട്ടയിടാൻ പ്രായമൊക്കെ ആയാലും എത്ര റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ നമ്മളെ നാടൻ കോഴിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്ന അങ്ങനെയാണ്, നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ചിലവർ തൂക്കി കൊടുക്കും. നാടൻ കോഴികളെ തൂക്കിയിട്ട് ചിലർ വിൽക്കാറുള്ളൂ. അപ്പോൾ നമ്മളെ കോഴികളെ കൊടുക്കാണ്ട് അന്വേഷിച്ച് വരുന്ന അവരോട് നമ്മൾ അങ്ങനെയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുട്ടയിടുന്ന കോഴിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കോഴിനൊക്കെ നോക്കാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ കോഴിനെ മൊത്തത്തിൽ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുറേയൊക്കെ മുട്ട ഇടാതെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ എല്ലാ കോഴികളെയും കൊടുക്കാമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടകളിലൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് തീരെ റേറ്റ് കിട്ടില്ല. അവർ തൂക്കത്തിന് ഒരു കിലോയ്ക്ക് 100, 120, 150 അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ നമ്മൾ പീടികയിൽ കൊടുക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ ഇതേപോലെ വീട്ടാവശ്യങ്ങൾക്ക് നാടൻ കോഴി ഉണ്ടോ, മുട്ടയിടുന്ന കോഴി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനത്തെവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ലാഭം ഉണ്ടാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അങ്ങനെ കുറച്ച് പേര് നമ്മുടെ പൂവൻ കോഴികളെ ചോദിച്ചു വരാറുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പൂവൻ കോഴികളെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലിയതായി നമുക്ക് അതിൽ ഒരുപാട് നമുക്ക് 2 ആഴ്ചയൊക്കെ വരുമ്പോൾ പൂവനും പെടയൊന്നും തിരിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് പെടയും അതേപോലെ കുറേ പൂവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൂവന്മാർ ഒരുപാടാകുമ്പോൾ അവർ കൊത്തുകൂടി നമ്മളെ നാടൻ കോഴികൾ അയച്ചിട്ടല്ല വളർത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വീടുകളിലൊക്കെ കൂട്ടിലൊക്കെ കയറിയായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് പൂവനുണ്ടാകുമ്പോൾ അവരിങ്ങനെ തമ്മിൽ കൊത്തുകൂടുമ്പം വലിയ വലിയ ആൾക്കാരാകുമ്പോൾ മുതിർന്നവരാകുമ്പോൾ അവർ ഒരു ഇത് കാണിക്കില്ല, സ്വാതന്ത്ര്യം കാണിക്കില്ല. അപ്പോൾ ഈ ചെറിയ പൂവന്മാരൊന്നും അങ്ങനെ വരലില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പൂവന്മാർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് നല്ല കച്ചവടം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൂവൻ. അപ്പോൾ പൂവന് നല്ല നാടൻ പൂവൻ അന്വേഷിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് എനിക്ക് ഇത് വരാറുണ്ട്. ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കാണ് നാടൻ കോഴിനെ കൊടുക്കാറുണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു എന്താ പറയുക നല്ലൊരു പൈസ നമുക്ക് കിട്ടാറുണ്ട്. ഒരു 10, 500, 550 ഉറുപ്പ്യ വരെങ്കിലും നമുക്ക് നാടൻ പൂവൻ കോഴിനെ നമ്മളെ കയ്യിലുണ്ട്. നമുക്കങ്ങനെ നല്ല കച്ചവടം കിട്ടാറുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് കോഴികൾ കുറവാണ്. ഇപ്പോൾ നമ്മൾ വീടൊക്കെ മാറി ഇങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ മൊത്തത്തിൽ അയച്ചിട്ട് വളർത്തുകൊണ്ട് അങ്ങനെ ഒരു ഇതായിപ്പോയി. നമുക്ക് ഇപ്പോൾ കുറച്ച് കോഴികളൊക്കെ കുറവാണ്. പിന്നെ നമ്മുടെ ബേക്ക് ഭാഗമൊക്കെ നമ്മളെ ചുറ്റുപാടൊക്കെ ഫുള്ള് കാടാട്ടോ. നമ്മൾ ഇപ്പോൾ കോഴിനെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മളെ കോഴിനെ കാണാണ്ടാവും. പിന്നെ വലയിടേണ്ട ഒരു സൗകര്യം നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഒന്നാമത് മഴയല്ല, അവർക്ക് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാനും കൂടിയുള്ള സംവിധാനം നമ്മൾ വലയൊക്കെ ഇടുമ്പോൾ നമ്മൾ സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു കോയിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു